കരുവന്നൂർ സഹകരണ ബാങ്കിലെ കള്ളപ്പണമിടപാട് കേസിൽ CPM-നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതി ചേർത്തതോടെ കൂടുതൽ അറസ്റ്റിന് സാധ്യത കൂടി. കരുവന്നൂർ ബാങ്കിൽ നിന്നും തട്ടിയെടുത്ത പണം പാർട്ടി കൈപ്പറ്റിയെന്ന് ED റിപ്പോർട്ടിൽ പറയുന്നു. CPM-ന്റെ സ്വത്തുക്കളും ED കണ്ടുകെട്ടി. CPM-ന്റേതും സ്വകാര്യ വ്യക്തികളുടേതും ഉൾപ്പെടെ 29 കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. ED-യുടെ നടപടിയിൽ കരുതലോടെ മാത്രമേ CPM പ്രതികരിക്കൂ. ED-ക്കെതിരെ നിയമ പോരാട്ടത്തിന്റെ സാധ്യതയും തേടും. തൃശൂരിൽ BJP-യുടെ സുരേഷ് ഗോപി ജയിച്ചത് കരുവന്നൂരിലെ ഒത്തുതീർപ്പിന്റെ ഭാഗമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. പുതിയ സംഭവ വികാസങ്ങളോടെ ഈ പ്രചരണത്തെ പ്രതിരോധിക്കാൻ CPM-നാകും. CPM ജില്ലാ സെക്രട്ടറിയുടെ പേരിലുള്ളതാണ് കണ്ടുകെട്ടിയ സ്വത്തും അക്കൗണ്ടുകളും. പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുടെ 8 അക്കൗണ്ടുകളാണ് കണ്ടുകെട്ടിയത്. ഇരുതല മൂർച്ചയുള്ള നടപടിയാണ് ഇതെന്ന് CPM തിരിച്ചറിയുന്നുണ്ട്. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ 2 അക്കൗണ്ടുകളും ഇതിൽ ഉൾപ്പെടും. പൊറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കാൻ വാങ്ങിയ ഭൂമിയും കണ്ടുകെട്ടിയിട്ടുണ്ട്. അതേസമയം CPM-ൽ നിന്ന് മാത്രം കണ്ടുകെട്ടിയത് 70 ലക്ഷത്തിൽ അധികം രൂപയുടെ സ്വത്തുക്കളാണ്. CPM-നൊപ്പം കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് അനധികൃതമായി ലോൺ സമ്പാദിച്ചവരുടെ സ്വത്താണ് കണ്ടുകെട്ടിയത്. CPM-ന്റെ 60 ലക്ഷം രൂപയുടെ 8 ബാങ്ക് അക്കൗണ്ടുകളുമടക്കമാണ് ED കണ്ടുകെട്ടിയത്. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വിരോധമാണ് ഇതിന് പിന്നിലെന്ന് CPM ആരോപിക്കുന്നുണ്ട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട 3ാം ഘട്ട സ്വത്ത് മരവിപ്പിക്കലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റേത്. 29 കോടിയുടെ സ്വത്തുക്കളാണ് മരവിപ്പിച്ചത്. കണ്ടുകെട്ടിയതിൽ അധികവും ബാങ്കിൽ നിന്ന് ലോണെടുത്ത് തിരിച്ചടയ്ക്കാത്തവരുടെ സ്വത്തുക്കളാണ്. കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ CPM തൃശൂർ ജില്ലാ നേതൃത്വത്തിന്റെ അറിവും ഈയൊരു ഇടപാടിൽ പങ്കാളിത്തവും ഉണ്ടായിരുന്നുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി സ്വത്തുക്കൾ കൂടി മരവിപ്പിക്കുന്ന നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് കടന്നത്. കരുവന്നൂർ ബാങ്കിൽ CPM-ന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് നേരത്തെ കോടതിയിൽ അറിയിച്ചിരുന്നു. അതേസമയം സ്വത്ത് മരവിപ്പിച്ചതായുള്ള ഒരു അറിയിപ്പും തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് MM വർഗീസ് പ്രതികരിച്ചു. അതേസമയം സ്വത്ത് മരവിപ്പിച്ചതായുള്ള ഒരു അറിയിപ്പും തനിക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് CPM സെക്രട്ടറി അറിയിച്ചത്. അതിനിടെ കേസിൽ കൂടുതൽ അറസ്റ്റിനും സാധ്യതയുണ്ട്. ED ചോദ്യം ചെയ്ത CPM നേതാക്കൾ എല്ലാം അറസ്റ്റ് ഭീഷണിയിലാണ്. മുൻകൂർ ജാമ്യം തേടുന്നതടക്കം ഇവർക്കായി CPM പരിഗണിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം CPM നേരിടുന്ന വലിയ പ്രതിസന്ധിയായി കരുവന്നൂർ മാറിയേക്കും. എന്തായാലും ഇന്നലെയാണ് ഇത്തരത്തിൽ CPM ജില്ലാ സെക്രട്ടറിയുടെ സ്വത്തുക്കളടക്കം മരവിപ്പിച്ചത്. കൂടാതെ 9 പേരുടെ കൂടി സ്വത്ത് കണ്ടുകെട്ടിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതേസമയം ഇനിയും കൂടുതൽ നടപടികളിലേക്ക് ED കടക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ CPM നേതാക്കളെല്ലാം അതീവ ജാഗ്രതയിൽ തന്നെയാണ്.